മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വിയോഗത്തെ തുടർന്ന് മാറ്റിവെച്ച കൊച്ചിൻ കാർണിവൽ റാലി ഉടൻ ആരംഭിക്കും. ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് നിന്നും പരേഡ് ഗ്രൗണ്ടിലേക്കാണ് റാലി. കാർണിവൽ കമ്മിറ്റി ഭാരവാഹികൾ കളക്ടറെ കണ്ട് നടത്തിയ ചർച്ചയിലാണ് ആദ്യം റദ്ദു ചെയ്ത റാലി അടക്കമുള്ള ആഘോഷ പരിപാടികൾ നടത്താനായി തീരുമാനമായത്. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, റാലി ആരംഭിച്ചിട്ടുണ്ടോ? എന്തായി ഒരുക്കങ്ങൾ? ഇപ്പോൾ റാലി ആരംഭിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 10 മിനിറ്റിലധികമായി റാലി മുന്നോട്ട് പോവുകയാണ്. ഇതിൽ റോബോട്ട് ആനയുടെ പുറത്ത് കാർണിവലിൻ്റെ സ്തംഭം അടക്കം വെച്ചുകൊണ്ടുള്ള അത് പുറപ്പെട്ടു. അതിന് പിന്നാലെയാണ് മറ്റ് കലാരൂപങ്ങളും വാദ്യമേളങ്ങളും എല്ലാം ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നു. കൊച്ചി വെളി മൈതാനിയിൽ നിന്നും പുറപ്പെട്ട് ഇത് പരേഡ് ഗ്രൗണ്ടിലാണ് സമാപിക്കുന്നത്. വലിയ ആൾക്കൂട്ടമാണ് ഇത് കാണാനും ആസ്വദിക്കാനും ഈ പുതുവത്സര ആഘോഷത്തിൻ്റെ സമാപനം കുറിക്കുന്ന കാർണിവൽ റാലിയിൽ പങ്കെടുക്കാനുമായി എത്തിച്ചേർന്നിട്ടുള്ളത്. എന്നാൽ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഇതിന് റാലിക്ക് ശേഷവും ഒരു ദിവസം കൂടി നേരത്തെ മാറ്റിവെച്ച കലാപരിപാടികൾ അരങ്ങേറും. ഇപ്പോൾ നിരവധി ആൾക്കാർ ഇവിടെ ഇതിൽ പങ്കുചേരാനായി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടുത്തെ MLA മേഴ്സി, അതോടൊപ്പം തന്നെ മേയറും കൊച്ചി മേയറും ചേർന്നാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇപ്പോൾ റാലി പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 3 മണിക്കൂർ എടുത്താണ് ഈ റാലി പരേഡ് ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത്. ഇതിൻ്റെ സാധാരണഗതിയിൽ ജനുവരി 1 തന്നെ നടക്കേണ്ട റാലിയാണ് മൻമോഹൻ സിംഗിൻ്റെ മരണത്തെ തുടർന്നുള്ള ദുഃഖാചരണത്തിൻ്റെ ഭാഗമായി മാറ്റിവെച്ചത്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നവരോട് തന്നെ നമുക്ക് ചോദിക്കാം, ചേട്ടാ, എത്രത്തോളം ആവേശമാണ് ഈ ഒരു റാലി? പറയാം. നീ പറയില്ലേ? അല്ല, നമ്മളെ കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇന്ന് ജനുവരി 1 നടക്കാറുള്ളത് ഇപ്പം ജനുവരി 2 മാറ്റി. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആവേശം ചോർന്നിട്ട്? ആവേശത്തിനൊട്ടും കുറവൊന്നുമില്ല, പക്ഷേ തിരക്കിൻ്റെ കാര്യത്തിൽ ഇത്തിരി കുറവുണ്ട്. ഇപ്പോൾ ഓരോരുത്തരും ഇപ്പോൾ നമ്മുടെ സിസ്റ്ററാണ് ഇവിടെ ജർമ്മനിയിൽ ഇതിനു വേണ്ടി മാത്രം വന്നതാണ്. എത്രത്തോളം ആവേശമാണ് ഈ ഒരു റാലി കാണുന്നത്? ഞാനിവിടെ വരാറുള്ളത് സ്ഥിരമായിട്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് അത് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം വീണ്ടും കാണാൻ പറ്റിയതിൽ സന്തോഷം. പിന്നെ സെക്കൻഡ് ആയതുകൊണ്ടിട്ട് ഇത്തിരി തിരക്ക് കുറവാണ്. അതുതന്നെയാണ് ജനുവരി 1 നടക്കാറുള്ള റാലി ജനുവരി 2 മാറിയപ്പോൾ തിരക്ക് അല്പം കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ഇവിടുത്തെ ആൾക്കാർ പതിവായി എത്തുന്നവരൊക്കെ തന്നെ എത്തി അതിൽ പങ്കുചേരുകയാണ്. വിദേശത്തു നിന്നും മറ്റും വരുന്നവർ ആ ഒരു ജനുവരി 1 ആഘോഷം കഴിഞ്ഞ് മടങ്ങുന്നത് കൊണ്ടാണ് വിദേശികളുടെ പങ്കാളിത്തം മുൻ വർഷത്തെ അപേക്ഷിച്ച് കുറവാണ്. എന്നാൽ പോലും വലിയ രീതിയിൽ വിദേശികളും എത്തിയിട്ടുണ്ട്. ഇതിനേക്കാൾ പകിട്ടാർന്നതാണ് ജനുവരി 1 നടക്കാറുള്ളപ്പോൾ കാണാറുള്ള ഒരു തിരക്കും മറ്റും. എന്തു തന്നെയായാലും വളരെ ആവേശം പകർന്ന് ഇപ്പോൾ ഈ റാലി മുന്നോട്ട് പോവുകയാണ്. വിഷ്ണു, യെസ്, കൊച്ചിൻ കാർണിവൽ റാലിയാണ് പുരോഗമിക്കുന്നത്. സുധീഷ് ഗോപാലാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.